നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ യാതൊരു മയവുമില്ലാതെ വിമർശിക്കുന്ന BJP നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രന് പ്രത്യേകിച്ചൊരു ആമുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല. പൊതുമണ്ഡലത്തിലെ എല്ലാവർക്കും രാഷ്ട്രീയ ഭേദമന്യേ താല്പര്യമുള്ള നേതാവ് തന്നെയാണ് ശോഭ. ഇക്കുറി കൊടുങ്ങല്ലൂരിലെ സതീഷ് ബലിദാനി ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും പിണറായി നേതൃത്വം നൽകുന്ന സർക്കാരിനെയും എടുത്തിട്ട് അലക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. പാർട്ടിക്ക് വേണ്ടി മറ്റുള്ള അമ്മമാരുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കുന്ന പിണറായിയുടെ മകൻ ഇതുവരെ പാർട്ടി കൊടി പിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണതെന്ന് പരിശോധിക്കേണ്ടതല്ലേ? റിയാസിന്റെ ദേഹത്ത് പാർട്ടിക്ക് വേണ്ടി ഇതുവരെ ഒരു തരി മണ്ണ് പറ്റിയിട്ടില്ല. നേതാക്കളുടെ മക്കളെയൊക്കെ അവർ ഒളിപ്പിച്ചു വയ്ക്കും, പാർട്ടിയിലേക്ക് ഇറക്കില്ല. ഓർമ്മയുണ്ടോ ആ സംഭവം? പാർട്ടിക്കാരിയായ ഒരു സ്ത്രീ ഗർഭിണിയായി, എന്നിട്ട് എന്തുണ്ടായി എന്നുള്ള പല കാര്യങ്ങളും അവർ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നും പറയാനില്ല, തകർപ്പൻ പ്രസംഗമാണ്. ഇത് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ നിങ്ങൾക്കായി നൽകുകയാണ്. ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നതിന് ശേഷം ഒരൊറ്റ ഫ്ലൈറ്റും വരികയുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനർത്ഥം ഈ ഒരു നമ്മുടെ ഓരോ ബലിദാനങ്ങളും അത് നമുക്ക് വേദനയാണ്. ആ വേദനയോടൊപ്പം തന്നെ അത് നമുക്ക് ഊർജമാണ്. കാരണം ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാകയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരുപാട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വസ്തുതർക്കത്തിൽപ്പെട്ടുകൊണ്ടല്ല നമ്മുടെ സഹപ്രവർത്തകന്മാർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, ഈ ഭരണകൂടത്തിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമാൻ പിണറായി വിജയൻ 2 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇവിടെ പെരിയ കേസ് നടത്തിയത്. പെരിയയിലെ ഇരട്ടക്കൊലപാതകം 2 ചെറുപ്പക്കാരെ സത്യേഷിനെ മൃഗീയമായി കൊലപ്പെടുത്തിയതുപോലെ നമ്മുടെ ആരാധനായിട്ടുള്ള KT ജയകൃഷ്ണൻ മാസ്റ്ററെ പിഞ്ചു കുട്ടികളുടെ ക്ലാസ് മുറിയിലിട്ടുകൊണ്ട് വെട്ടിക്കീറി തുണ്ടമാക്കി മാറ്റിയതുപോലെ, TP ചന്ദ്രശേഖരന്റെ ഭാര്യ രമ പറഞ്ഞതുപോലെ 51 വെട്ടുവെട്ടി എന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ടും നിങ്ങളുടെ പ്രസ്ഥാനം രക്ഷപ്പെട്ടുവോ എന്ന ചോദ്യം കേരളത്തിന്റെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടും ഒരു മടിയും മറയുമില്ലാതെ പെരിയ വധക്കേസിലെ 2 ചെറുപ്പക്കാരുടെ കൊലക്കേസില് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി 2 കോടി രൂപ ചെലവഴിച്ചു. പിണറായി വിജയന്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പണമോ അല്ലെങ്കിൽ പിണറായി വിജയൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമോ ഉപയോഗിച്ചുകൊണ്ടല്ല, 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തി. അവസാനം ഉദുമയിലെ MLA കുഞ്ഞിരാമൻ അകത്ത് പോകാൻ പോവുകയാണ്. ആ കുഞ്ഞിരാമൻ 5 വർഷം തടവാണ്. കുഞ്ഞിരാമൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. അതായത് മയക്കുമരുന്നിൽ വരെ അടിമപ്പെട്ടിട്ടുള്ള കൊടിസുനിയെ പോലെയുള്ള നമ്പർ 1 ക്രിമിനലുകൾക്ക് കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ട് ആരാന്റെ അമ്മ പ്രസവിച്ച മക്കളെ ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, അക്രമ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ കൊടി ചുമപ്പിക്കാമെന്ന് തീരുമാനമെടുക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ റിയാസിന്റെ ഷട്ടിൽ ഒരു മണ്ണിന്റെ തരി പോലും പെടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സ്വന്തം മകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. മകൻ ഇന്നേ വരെ ജീവിതത്തിലെ ചുമന്ന കൊടി, ഈ മാർക്സിസ്റ്റുകാരന്റെ കൊടി പിടിച്ചിട്ടില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? ഇല്ല. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുമ്പോ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ഞങ്ങളുടെ പ്രവർത്തകന്മാര് ഞങ്ങൾ ആക്രമണം ഉണ്ടാകുമ്പോ തിരിച്ച് കൈവച്ചു ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കൈവച്ചു തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ TP ചന്ദ്രശേഖരനെ പോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പന്ന്യന്നൂർ ചന്ദ്രേട്ടനെ പോലെ, KT ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ, സത്യേഷിനെ പോലെ ഇനിയും നിരവധി ആളുകളുടെ ജീവൻ ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ പോലും നിങ്ങൾ എടുക്കുമെന്നറിയാവുന്നത് കൊണ്ടാണ് നല്ല നാട്ടിൽ നിവർത്തി നിന്നുകൊണ്ട് ആളുകൾ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോയത്. കാരണം അതിന് കനത്ത വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വരെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം വെല്ലുവിളിയോടുകൂടി ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങൾക്ക് ജപിക്കാനുള്ള ജപമന്ത്രം എന്ന് പറയുന്നത് കഠിനകണ്ഠകാകീർണമാണെങ്കിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താറയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ എന്നുള്ള ശംഖമന്ത്രം
മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് രാജ്യവ്യാപകമായി വളർന്നത്. ഗുജറാത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എത്ര പേരുണ്ട്? മധ്യപ്രദേശിൽ നിങ്ങൾക്ക് എത്ര ആളുണ്ട്? രാജസ്ഥാനിൽ നിങ്ങൾക്ക് എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ഹരിയാനയിൽ എത്ര പേരുണ്ട്? എന്നിട്ട് എന്തേ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരും നിങ്ങളുടെ പ്രവർത്തകന്മാരുമായിട്ട് സംഘടന നടക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തകന്മാർക്ക് ഒരു പ്രശ്നവും അവിടെ ഇല്ലാത്തത്? അതിന്റെ കാരണം ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഞങ്ങൾ സമൂഹത്തിന് നന്മ പ്രദാനം ചെയ്യണമെന്നുള്ള ആപ്തവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് 2 കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ അവരെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. സുഹൈബിനെ കൊന്നതാരാണ്? അരിയിൽ ഷുക്കൂറിനെ കൊന്നതാരാണ്? നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങൾ ഇസ്ലാമിന് ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ് എന്നാണ് പലപ്പോഴും പ്രസംഗങ്ങളിൽ പിണറായി വിജയൻ പറയാറ്. നിങ്ങൾ പറയാറില്ലേ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ അരിയിൽ ഷുക്കൂറിനെ നിങ്ങൾ വെട്ടിക്കീറി കൊലപ്പെടുത്തി ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിയപ്പോ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയിട്ടുള്ള പ്രതികൾക്ക് വേണ്ടി നിങ്ങൾ അത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി മുന്നോട്ട് പോയത് അല്ലേ? നിങ്ങൾ ഷുഹൈബിന് വക്കീലിനെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ 1.25 കോടി രൂപയാണ് ചെലവ് ചെയ്തത്. ഞങ്ങൾക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായിയോട് പറയാനുള്ളത് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നുണ്ട്. ആ ജനാധിപത്യത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കണ്ണൂരിന്റെ തെരുവീതിയിലൂടെ നടക്കുമ്പോൾ, കണ്ണൂരില് ചായക്കടയിൽ പോയാൽ, കണ്ണൂരിലെ ബസ് സ്റ്റാൻഡിൽ പോയാൽ, കണ്ണൂർ ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ പോയാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേമന്മാരായിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ച് അവിടുത്തെ ആളുകൾ ചർച്ച ചെയ്യുമ്പോ അവര് പറയുക 5 കൊലക്കേസിന് നേതൃത്വം കൊടുത്ത ആളാണ്. ആദ്യത്തെ കൊലപാതക കേസിന് നേതൃത്വം കൊടുത്ത ആളാരാണ് എന്ന് കണ്ണൂരിൽ എവിടെ പോയി ചോദിച്ചാലും കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ പറയും ആളെ നിങ്ങൾക്കറിയില്ലേ, അതാണ് പിണറായിലെ പാറപ്പുറത്തെ നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. 1ാമത്തെ കൊലപാതക കേസിലെ വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയതിലെ 1ാമത്തെ പ്രതി. അന്ന് അതിനെതിരെ നിൽക്കാൻ, തന്റെ ഇടത്തോടുകൂടി സംസാരിക്കാൻ, കേരളത്തിന്റെ ഭാവി അതിനുശേഷം വന്ന കേരള രാഷ്ട്രീയത്തിൽ ഭരണകൂടത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്റെ ഇടമുള്ളവരില്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും കൊലപാതകങ്ങളുടെ പരമ്പര സൃഷ്ടിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. കേരളത്തിൽ ഇപ്പോ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞാടാണ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. വി.ഡി. സതീശന് വലിയ മൺചട്ടി കൊണ്ട് അവരുടെ മഹിളാ നേതാക്കന്മാരുണ്ടല്ലോ, ഗവർണർ ആരിഫ് ഖാനെ വഴിയിൽ തടയാൻ പോയിട്ടുള്ള SFIയുടെ പിള്ളേര്, അതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെ മാത്രമല്ല സ്ത്രീകൾ, മഹിളാ കോൺഗ്രസിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ തലയടിച്ചു പൊളിച്ചിട്ടും പോലീസിന്റെ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയിട്ട് ബോധമില്ലാതെ ആശുപത്രിയുടെ കിടക്കയിൽ നിരങ്ങി നീങ്ങിയിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എണീറ്റ് നിന്ന് കമാന്നൊരു അക്ഷരം പറയാൻ താന്തേടമില്ലാത്ത ഒരുത്തൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇവരെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തത്. ആലപ്പുഴയിലെ കായംകുളത്തെ പ്രതിഭ കരയുകയാണ്. പ്രതിഭയുടെ മകൻ പ്രതിഭ പറയുകയാണ്, ഒരു പഫ് എടുത്തോ എന്നറിയില്ല, എന്റെ മകൻ ഒരു പഫ് വലിച്ചോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആലപ്പുഴയിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് കണ്ടതാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ലോബി വിഹരിക്കുന്നത് ഈ പ്രതിഭ MLA-യുടെ കായംകുളം നിയോജക മണ്ഡലത്തിലാണ് എന്നും അവിടെ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആലപ്പുഴയുടെ ജില്ലാ സെക്രട്ടറിയെ വരച്ച വരയിൽ നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തും ഇത് ഉണ്ടാകുമെന്ന് അന്നേ ഞാൻ പ്രസംഗിച്ചതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല. മയക്കുമരുന്ന് ലോബികളെ തളയ്ക്കാൻ, അവരെ പിടികൂടാൻ, അവരെ അടിച്ചമർത്താൻ അതിന് സാധിക്കാത്തത് കൊണ്ട് സ്വന്തം മകന്റെ പേരിൽ പൊട്ടിക്കരയുന്ന ഒരു സ്ത്രീയായിട്ട് പ്രതിഭയെ കണ്ടു. ഞാൻ ആദ്യത്തെ ദിവസം പത്രസമ്മേളനം വിളിച്ചില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉടനടി പത്രസമ്മേളനം വിളിക്കാറുണ്ട്. ഞാൻ എന്താണ് പത്രസമ്മേളനം വിളിച്ച് പ്രതിഭയെ ആക്രമിക്കാതിരുന്നതെന്നറിയുമോ? പ്രതിഭയുടെ കുറ്റമല്ല,
മയക്കുമരുന്ന് ലോബിയെ പിടിച്ചുകെട്ടാൻ സാധ്യമല്ല. ആരാ വിചാരിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ്. അവിടെ മലപ്പുറത്തെ അൻവർ പറഞ്ഞില്ലേ, എന്താ അൻവർ പറഞ്ഞത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ കൂടെയുള്ള ഒരു MLA അൻവർ പറയുകയാണ്, കേരളത്തിൽ നടക്കുന്ന പണി എന്ന് പറയുന്നത് കൊട്ടേഷനാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കൊട്ടേഷനാണ്? കൊട്ടേഷൻ എന്ന് പറയുന്നത് ഓരോ പ്രദേശങ്ങളിലും സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി ആ സ്വർണം പങ്കുവെക്കുന്ന കാര്യത്തില് പരസ്പരം തർക്കങ്ങളും തകരാറുകളും ഉണ്ടായതുകൊണ്ടാണ് അൻവർ, അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല പിണറായി വിജയനുമായിട്ട് അൻവർ MLA വഴക്കിട്ടത്. അൻവർ MLAയുടെ സ്വർണ്ണ കച്ചവടവും അൻവർ MLA പോലെയുള്ള ആളുകളും ഒക്കെയാണ് പിണറായി വിജയന്റെ ഈ കച്ചവടത്തെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ 20,000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കറുത്ത വർഗക്കാർ കൂടുതലുണ്ട് എന്ന് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്ന ചെറിയ രാജ്യങ്ങളിൽ കൊണ്ടുപോയി എന്റെയും നിങ്ങളുടെയും കേരളത്തിൽ നിന്ന് വരെ പോക്കറ്റടിച്ച ജനങ്ങളുടെ പണമെടുത്തു കൊണ്ടുപോയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പണമാണ് 20,000 കോടി രൂപ CRO ലയോടയിൽ നിക്ഷേപിച്ചത്. അവിടെ നിക്ഷേപിച്ചുകൊണ്ട് അവിടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് അതിലുണ്ടായിട്ടുള്ള തർക്കത്തിന്റെയും തകരാറിന്റെയും പേരിൽ വടക്കൻ കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഉണ്ടായി. കൊട്ടേഷൻ സംഘങ്ങൾ കൊലപാതകങ്ങൾ നടത്തി. ആ കൊലപാതകം നടത്തിയതിനകത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഗൂഢാലോചന ഉണ്ടായി. അവിടെ എപ്പോഴും ജയിച്ചുകൊണ്ടിരുന്ന അൻവർ MLAക്ക് ജയിക്കാൻ സാധിച്ചില്ല. പോലീസ് ലോബിക്കകത്ത് ഏറ്റവും തലപ്പത്തിരിക്കുന്ന DGP ഏമാൻ, അദ്ദേഹം പിണറായി വിജയന്റെ മരുമകനും അതുപോലെ തന്നെ കൂട്ടാളികളും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളാണ്. അവരുടെ കൂടെ കൈപിടിച്ചുകൊണ്ടിരുന്ന ആള് തന്നെയാണ് ADGP ചെറിയ ആള് കുട്ടിരാജാവ് അജിത് കുമാർ. അപ്പൊ അജിത് കുമാർ ഒരു കുഞ്ഞേട്ടനാണെങ്കിൽ വലിയേട്ടനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ലോബി, ആ ലോബിയും അജിത് കുമാറും തമ്മിലുള്ള ഈ സ്വത്ത് പങ്കുവെക്കുന്നതിലെ തർക്കത്തെ തുടർന്നിട്ടാണ് അൻവർ MLAക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും അൻവർ MLAയെ ഒന്ന് അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ സാധിച്ചില്ല. അപ്പൊ എന്താണ് വെല്ലുവിളിക്കുകയാണ്? എന്താണ് വെല്ലുവിളി? നിങ്ങളല്ലേ ഇന്ത്യ ഭരിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ അമിത്ഷാജി, നിങ്ങളുടെ പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി. ഞങ്ങളുടെ മാത്രമല്ലടോ, നിങ്ങളുടെയും ഞങ്ങളുടെയും ഈ രാജ്യത്തിന്റെ കാവൽക്കാരായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോ അതിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷിക്കണമെന്ന് ഗത്യന്തരമില്ലാതെ ആ കുട്ടികളുടെ അമ്മയും അച്ഛനും കോടതിയിൽ പോയി പറഞ്ഞു. അങ്ങനെ CBI വന്നു, CBI അന്വേഷിച്ചു. CBI അന്വേഷിച്ച് പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള കുറ്റം ചാർത്തി. അങ്ങനെയാണ് ഉദുമയിലെ MLA ഉൾപ്പെടെ കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ അതിവിടുത്തെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് ഈ രാജ്യ ഭരണകൂടത്തിൽ അകത്തു പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ പൊതുസമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഈ സമൂഹത്തിനോട് നിങ്ങൾ ഉത്തരം പറയണം. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കണ്ണൂർ ജില്ലയിലെ മനോജ് എന്ന് പറയുന്ന എത്രയോ സൽസ്വഭാവിയായിട്ടുള്ള ഒരു മനുഷ്യനെ ആ കണ്ണൂരിന്റെ മണ്ണില് നിങ്ങൾ വെട്ടിക്കീറി കൊലപ്പെടുത്തി. മനോജ് മരണമടഞ്ഞു. മനോജിന്റെ മുഖം ആളുകളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. മനോജ് മരിച്ച സമയത്ത് അതിനെക്കുറിച്ച് അവിടുത്തെ ജില്ലയുടെ നേതാക്കന്മാരെല്ലാം തന്നെ വളരെ പരിഹാസത്തോടു കൂടിയിട്ടുള്ള കമന്റുകൾ, അവരുടെ വാക്കുകൾ അവർ പുറത്തു പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ എന്താണെന്ന് അറിയുമോ? ഇപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അക്രമ രാഷ്ട്രീയത്തിന് നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എല്ലാ വരാന്തയിലും ജയിലഴികളുടെ മുന്നിലും എപ്പോ വേണമെങ്കിലും കൊടിസുനിയെ പോലെയുള്ള ഗുണ്ടകൾ അകത്തുണ്ടാകും. പിണറായി വിജയൻ പറഞ്ഞാൽ പരോളൊന്നും വേണ്ട, ഇറക്കി കൊടുക്കും. കാര്യങ്ങളും അക്രമങ്ങളും എല്ലാം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അകത്തു പോകും. അങ്ങനെ ഗോൾഡ് സ്മഗ്ലിങ്ങിനും എല്ലാ കാര്യങ്ങൾക്കും അവരെ പോലെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ കേരളം മുന്നോട്ട് പോകുമ്പോ
പൊതുസമൂഹത്തോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായി ഈ നാടിനെ രക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിനകത്ത് ഒന്നുമില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസം തകരാറിലാണ്. ഇവിടെ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചു PhD ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, അവര് രാവും പകലുമില്ലാതെ അത്യധ്വാനം ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ DYFIയുടെ കൊടി പിടിച്ചാൽ, അവരുടെ കൊടി പിടിച്ചാൽ മതി, ഡോക്ടറേറ്റ് കിട്ടും. അങ്ങനെയല്ല പഠിക്കാത്ത ഷിജു ഖാന് ഡോക്ടറേറ്റ് വേണമെന്ന് പറഞ്ഞു, കൊടുത്തില്ലേ പിണറായി വിജയൻ? അതിനെ എതിർത്തില്ലേ ആരിഫ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ? അപ്പൊ ആരിഫ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ പറഞ്ഞു, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല അത് തഴച്ചു വളരണം. ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അതികഠിനമായിട്ട് അറിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരികളും ഈ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം. രാജ്യവും ലോകവും അവരെ പ്രതീക്ഷിക്കുകയാണ്, അവരെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഷിജു ഖാൻ ഡോക്ടറേറ്റ് മേടിച്ചപ്പോ ചിന്താ ജെറോം പറഞ്ഞു, എനിക്കും വേണം ഡോക്ടറേറ്റ്. വാഴക്കൊല അറിയില്ല, ചങ്ങമ്പുഴ എന്താണെന്ന് അറിയില്ല, അത് ഇടശ്ശേരി അറിയില്ല, രമണൻ അറിയില്ല, പക്ഷെ ചിന്താ ജെറോമിനും കിട്ടി ഡോക്ടറേറ്റ്. അപ്പോഴാണ് ആലത്തൂരിലെ MP, കരുവന്നൂരിലെ, തൃശൂർ ജില്ലയില് പാവപ്പെട്ടവൻ സഹകരണ സംഘത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച കോടിക്കണക്കിന് രൂപ അത് പോക്കറ്റടിച്ച് ആ കള്ളന്മാരെ സഹായിച്ചിട്ടുള്ളവരെ സഹായം ചെയ്തു കൊടുക്കാനുള്ള പാർട്ടി കമ്മിറ്റി യോഗങ്ങൾ വിളിച്ച് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു CPIയുടെയും CPIMന്റെയും 2 സ്ത്രീകളെ ജയിലിലേക്ക് അയച്ച്, നിങ്ങൾ ആലോചിക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥയാണ്. ആ 2 സ്ത്രീകളെ ജയിലിലേക്ക് അയച്ച് അവരുടെ ആത്മാഭിമാനത്തെ തകർത്ത് അവരെ ജില്ലാ സെക്രട്ടറി ജയിലിലേക്ക് കാണാൻ ചെന്നപ്പോ ആ സ്ത്രീകൾ ചോദിച്ചു, കരുവന്നൂരിൽ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ എല്ലാ ലെഡ്ജറിലും ഒപ്പുവെച്ചു എന്നതൊഴിച്ചാൽ കരുവന്നൂരില് സഹകരണ സംഘത്തില് ആരാണ് കോടികൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല, ആരാണ് പൈസ എടുത്തത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ ജോലി ചെയ്തു, അതിന്റെ പേരിൽ ഞങ്ങളുടെ മാനം പോയി എന്ന് പറഞ്ഞപ്പോ ജില്ലാ സെക്രട്ടറി പറഞ്ഞു പോലും. ആ സ്ത്രീകളൊക്കെ ആയിട്ട് എന്നെ പോലെയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ജില്ലാ സെക്രട്ടറി പറഞ്ഞുവെന്ന്, മാനം പോയെങ്കില് 1 മുഴം കയറിൽ അവസാനിപ്പിച്ചോളാനാണ് ആ ജയിലിൽ പോയ സ്വന്തം സഹപ്രവർത്തകകളായിട്ടുള്ള സ്ത്രീകളോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലയുടെ നേതാക്കന്മാർ പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കണം. അവസാനം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തലങ്ങം വിലങ്ങും അന്വേഷിച്ചു. ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടാണ് ആ കരുവന്നൂർ കേസിലെ റിപ്പോർട്ടുകൾ അവർ കൊണ്ടുപോയത്. ഫയൽ മടക്കിയിട്ടില്ല, ഫയൽ അവസാനിപ്പിച്ചിട്ടില്ല. ഈ ഫയൽ വീണ്ടും പല ആളുകളെ കുറിച്ചും അന്വേഷിക്കുകയാണ്. മന്ത്രി മൊയ്തീൻ ഉൾപ്പെടെ കപ്പലണ്ടി കച്ചവടക്കാരനായിട്ട് തൃശൂർ ജില്ലയില് സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ കച്ചവടം ചെയ്യാനിരുന്ന കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇതിനകത്തുള്ള ഇടപെടലുകളെ കുറിച്ച് അന്വേഷിച്ചില്ല. എന്നാൽ ജയിലിനകത്ത് പോയ സ്ത്രീകൾ പറഞ്ഞു, ഇവരുടെ ഇടപെടലുകളെ കുറിച്ച് അന്വേഷിക്കണം. ഈ പാർട്ടി അക്രമ രാഷ്ട്രീയം മാത്രമല്ല ഈ പാർട്ടി ചെയ്യുന്നത്, ഈ പാർട്ടിയുടെ അഴിമതി അത് ഞങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീകൾക്ക് വരെ കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ നേതാക്കന്മാരും എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അതിനെക്കുറിച്ച് പരിശോധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ കേസിനെ കുറിച്ച് പാർട്ടിക്ക് ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പണ്ട് തമാശയായിട്ട് പറയും, ഒരു സ്ത്രീ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവർത്തക ഗർഭിണിയായി, ഒരു സഖാവാണ് കുറ്റക്കാരൻ. അപ്പൊ കമ്മിറ്റി വിളിച്ച് യോഗം ചേർന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ഗർഭം ഉണ്ടായിട്ടില്ല. പക്ഷേ ഗർഭിണിയായ സ്ത്രീ എന്തായാലും മാസം തികയുമ്പോ പ്രസവിക്കില്ലേ? മാസം തികയുമ്പോ പ്രസവിച്ചു, കുട്ടിയെ കയ്യിൽ കിട്ടി. വീണ്ടും പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ കുട്ടിയുമായിട്ട് ഈ സ്ത്രീ ചെന്നു, എന്റെ കുട്ടിയുടെ അച്ഛനെ എനിക്ക് തിരിച്ചു തരണം. അപ്പൊ പറഞ്ഞു, അങ്ങനെ ഒരു ഗർഭവും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു പ്രസവവും നടന്നിട്ടില്ല. ഇതാണ് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ തീരുമാനമെടുത്തതും അന്വേഷിച്ചതും. ഷൊർണൂരിലെ ശശിയെ കുറിച്ച് ശ്രീമതി ടീച്ചർ അന്നത്തെ പീഡനത്തെ കുറിച്ച് അന്വേഷിച്ചതുപോലെ കണ്ണൂരിലെ CKP പത്മനാഭൻ എന്ന് പറയുന്ന വലിയ സഖാവിന്റെ മകളെ പീഡിപ്പിക്കാൻ പോയിട്ടുള്ള ഇന്നത്തെ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ വന്ന പീഡനത്തെ അന്വേഷിച്ചതുപോലെ അന്വേഷിക്കും. പക്ഷെ ഒന്നും കണ്ടെത്തില്ല. അങ്ങനെ കരുവന്നൂരിലെ കള്ളപ്പണ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന ആലത്തൂരിലെ MP ബിജു പറഞ്ഞു, ഞാൻ അന്വേഷിക്കാം,
ഞാൻ നല്ല റിപ്പോർട്ടെല്ലാം എഴുതാം, പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉന്നത ജോലി കൊടുക്കണം. അപ്പൊ പിണറായി വിജയൻ വരുമാനോട് ചോദിച്ചു, റിയാസെ ഇതാണല്ലോ ബിജു പറയുന്നത്. അപ്പൊ റിയാസ് പറഞ്ഞ, അച്ഛാ കൊടുത്തില്ലെങ്കിൽ ആകെ കുഴപ്പമാകും. അങ്ങനെയാണ് കെ രാഗേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയതുപോലെ പാലക്കാടിലെ MP രാജേഷിന്റെ ഭാര്യയ്ക്ക് കാലടി ശങ്കരാചാര്യ കോളേജിൽ ജോലി കിട്ടിയതുപോലെ ആലത്തൂരിലെ MP ബിജുവിന്റെ ഭാര്യയ്ക്കും കൊടുത്തു ഒരു മുന്തിയ ജോലി. അപ്പൊ ബിജു പറഞ്ഞു വൈസ് ചാൻസലറോട്, എന്താണ് ബിജുവിനും വേണം ഒരു ഡോക്ടറേറ്റ്. ഏത് വിഷയത്തിൽ വേണം? ബിജു പറഞ്ഞത് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് വേണം. എൻ്റെ മകൻ M.Tech കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. അപ്പൊ ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു, അങ്ങനെ കെമിസ്ട്രിയിൽ അങ്ങനെ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുമോ? ക്ലാസ്സിൽ പോകാതെ, കോളേജിൽ പോകാതെ? പറ്റില്ല. പക്ഷേ നമ്മുടെ ബിജുവിന് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കൊടുത്തു. അപ്പൊ ആർഷോ പറഞ്ഞു, ഞാൻ കോളേജിൽ പോവില്ല, പഠിക്കില്ല, പരീക്ഷ എഴുതില്ല. നിങ്ങൾ ഷിജുവാന് ഡോക്ടറേറ്റ് കൊടുത്തു, പിന്നെ നമ്മുടെ ചിന്തയ്ക്ക് കൊടുത്തു, പിന്നെ ബിജു ആലത്തൂര് മുൻ MP ബിജുവിന് കൊടുത്തു, ബിജുവിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു, രാഗേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു, രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്ു. അപ്പൊ എന്ത് വേണം? എനിക്ക് പരീക്ഷ എഴുതാൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആർഷോ പറഞ്ഞു. ആരാ ആർഷോ? ആ ആർഷോയാണ് പറഞ്ഞത്. കേരളത്തിലെ ഉന്നതനായിട്ടുള്ള SP-യുടെ മുഖത്ത് നോക്കിയിട്ട് SFI-കാരൻ ആർഷോ പറഞ്ഞത്, ഞങ്ങൾ SFI-കാര് കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ കഴുകിക്കോളണമെന്ന് പറഞ്ഞവരാണ് SFI-കാരൻ ആർഷോ. ആ ആർഷോയെ പോലെയുള്ളവരെ വളർത്തിയെടുക്കുന്ന ഈ കേരളത്തിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി ഉണ്ടാവുക എന്നാണ് നമ്മുടെ ആരിഫ് ഖാൻ ഗവർണർ ചോദിച്ചത്. അപ്പോ ഇപ്പൊ ആരിഫ് ഖാൻ ഇവിടെ നിന്ന് ബീഹാറിലേക്ക് പോവാണ്. അപ്പൊ ചില മാധ്യമങ്ങളൊക്കെ പറയുകയാണ്, എന്താണ് ആരിഫ് ഖാൻ ബീഹാറിലേക്ക് പോകുന്നത്? എന്താണ്? നമ്മുടെ നേതാക്കന്മാർക്ക് ആരിഫ് ഖാനിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ഇവന്മാർ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം, 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തെ നമ്മൾ ഒരു ചെറിയ കൈപ്പക്കയുടെ വലിപ്പത്തിൽ, ഒരു കൈപ്പക്കയായിട്ട് മനസ്സിലാക്കിയാൽ ബീഹാർ എന്ന് പറയുന്നത് എത്രയോ വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ്. ആ ബീഹാറിലാണ് നിതീഷ് കുമാർ. ആ ബീഹാറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭരണപരമായിട്ടുള്ള മികവുകൾ ആ ബീഹാറിന്റെ മണ്ണിലേക്ക് എത്തിക്കേണ്ടത്. ആ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ കാട്ടുകള്ളന്മാർ വിഹരിക്കുന്നത്. കേരളത്തിലെ കുട്ടിക്കള്ളന്മാരായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും തീവെട്ടിക്കൊള്ളക്കാരെക്കാളും വലിയ കള്ളന്മാരാണ് ബീഹാറിൽ ഇരിക്കുന്ന ലല്ലു പ്രസാദ് യാദവ്. ലല്ലു പ്രസാദ് യാദവിനെ പോലെയുള്ള അവിടുത്തെ വലിയ വലിയ കള്ളന്മാരെ ഭരണത്തിന്റെ മികവ് ഉപയോഗിച്ചുകൊണ്ട് ബീഹാറിലെ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ അതിശക്തരും അതുപോലെ തന്നെ ദൈവീകമായിട്ട് കൂടി ചിന്തയുള്ള അതിപ്രഗത്ഭനായിട്ടുള്ള ആരിഫ് ഖാനെ ബീഹാറിലേക്ക് അമിത്ഷാജിയും മോദിജിയും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത് അദ്ദേഹത്തിന്റെ കഴിവ് കൂടുതൽ കൊണ്ടും നട്ടലിന്റെ വലിപ്പം കൊണ്ടുമാണ്, അതിന്റെ ആർജവം കൊണ്ടുമാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഗവർണർ ചില്ലറക്കാരനാണ് എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് മെല്ലെ പരിശോധിച്ച് മനസ്സിലാക്കിയാൽ മതി. മാസങ്ങൾ പോകെ പോകെ നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, ഈ പ്രദേശത്ത് എന്റെ പ്രസംഗം കേൾക്കുന്ന മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള ഒരഭ്യർത്ഥന എന്ന് പറയുന്നത്, ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളുടെ കുട്ടിക്ക്, നിങ്ങളുടെ സഹോദരിക്ക്, നിങ്ങളുടെ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള 300 കർമ്മ പദ്ധതികൾ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ നിങ്ങളുടെ വീടുകൾക്കകത്തേക്ക് എത്തണമെങ്കിൽ നല്ല റോഡുകളും നല്ല പ്രവർത്തനങ്ങളും ശുദ്ധജലവും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ പദ്ധതിയും ഉൾപ്പെടെയുള്ള പദ്ധതികൾ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ നിങ്ങൾ സ്വപ്നം കാണണം. എന്താണ് ഡബിൾ എഞ്ചിൻ സർക്കാർ? മുനിസിപ്പാലിറ്റിയിൽ നമുക്കൊരു കുട്ടി MLA വേണം. മുനിസിപ്പൽ പ്രസിഡന്റിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിലുള്ള മെമ്പർമാർ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്കൊരു പ്രസിഡന്റിനെ സൃഷ്ടിക്കാനുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരാധനായിട്ടുള്ള സ്വർഗീയനായിട്ടുള്ള സത്യേഷിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാനും നിങ്ങളും എടുക്കേണ്ട ഇന്നത്തെ ദൃഢപ്രതിജ്ഞ എന്ന് പറയുന്നത്. നിങ്ങൾ കൊടുങ്ങല്ലൂരിലെ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രസിഡന്റിനെ തന്നാൽ
ആധികാരികമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഒരു പ്രസിഡന്റിനെ സമ്മാനിച്ചാൽ എന്റെ പ്രവർത്തകന്മാർ അതികഠിനമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ഒരു MLA ചെയ്യുന്ന വികസനത്തെക്കാൾ കൂടുതൽ രാജ്യസഭാ മെമ്പർമാരെ കൊണ്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് കോടികൾ എത്തിച്ചു തരാൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ അതിനുവേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുമെന്ന് ഈ വേദിയിൽ സത്യേഷിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മള് എത്രയോ വലിയ വലിയ ആളുകൾ, നല്ല മനസ്സുള്ള ആളുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. ആ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിക്ക് എന്നെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവിടെ ഇൻഡോറില് ഒരു ദൈവികമായിട്ട് ഒരു അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയതാണ്. എന്നാൽ അവിടെ ചെന്ന സമയത്ത് ആ മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് ഒരു സംസ്ഥാന ഉപാധ്യക്ഷയാണ്. അത് വലിയൊരു പദവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പദവി കണ്ടിട്ട് വിളിച്ചതല്ല. പക്ഷെ ആ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി സംഘപരിവാർ പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച് കടന്നു വന്ന ഒരു സ്ത്രീ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ള വിവരമറിഞ്ഞ് എന്നെ കുറിച്ച് പരിചയമുള്ള കളക്ടർ അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. അവിടെ ചെന്നിട്ട് അദ്ദേഹം ചോദിച്ചു, കേരളത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ? അപ്പൊ ഞങ്ങൾ എന്താണ് പറഞ്ഞതെന്നറിയുമോ? ഞങ്ങളുടെ 2026 ആ 2026 MLA-മാർ എന്നുള്ള സ്വപ്നം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പദ്ധതിയുമായിട്ട് ഞങ്ങൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, രണ്ടാമത്തെ ചോദ്യം, ഞാൻ എന്താണ് അതിനുവേണ്ടി ചെയ്തു തരേണ്ടത്? കണ്ണൂരിലെ ബലിദാനികളെ കുറിച്ച് എനിക്കറിയുമെന്ന് ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ പ്രവർത്തിച്ച് കടന്നു വന്ന ശ്രീമാൻ മോഹൻ യാദവ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വലിയ മുന്നേറ്റത്തെ കുറിച്ച് അവരെല്ലാം ആഗ്രഹിക്കുന്നു, അവർ ചിന്തിക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ബ്രിട്ടാസ് എണീറ്റ് നിന്നപ്പോ ബൈട്ടോ എന്ന് പറഞ്ഞു. എന്തിന്? ആരാധനായിട്ടുള്ള അമിത്ഷാജി ബൈട്ടോ കമ്മ്യൂണിസ്റ്റ് ബായി എന്നാണ് പറഞ്ഞത്. ആ ബ്രിട്ടാസ് പാവപ്പെട്ട സഖാക്കന്മാരുടെ ഓഹരികളെല്ലാം തന്നെ വാരിക്കൂട്ടിയിട്ട് അത് അന്യായമായിട്ട് കോടികൾ പോക്കറ്റടിച്ച് കൊണ്ടുപോയതിന്റെ കഥകളും കൈരളി ചാനലിന്റെ ഓഹരിയെ കുറിച്ചുള്ള അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ നടക്കുകയാണ്. അന്ന് അതൊന്നും അമിത്ഷാജിക്ക് അറിയില്ല. പക്ഷേ ആ മനുഷ്യൻ അമിത്ഷാജിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല, ആ മനുഷ്യൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമ്പയെ പരാജയമാണെങ്കിലും അത് കൂടുതൽ പരാജയമാകാനുള്ള കാരണം ഭാരതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് ചില സമയത്തൊക്കെ ബ്രിട്ടാസാണ്. ആ ബ്രിട്ടാസ് പഠിപ്പിച്ചത് കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്ത്യ മഹാരാജ്യം എങ്ങനെയാണ് പോകുന്നത് എന്ന് കൃത്യതയോടുകൂടിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ കേരളത്തിൽ നമ്മളെയൊക്കെ വെല്ലുവിളിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രിയെ കാണുമ്പോഴുള്ള വിനയവും സ്നേഹവും വാൽക്കണ്ണാടി കൊടുക്കലും അതുപോലെ തന്നെ വാതിൽ അടച്ചാൽ കെട്ടിപ്പിടിക്കുന്നുണ്ടോ എന്ന് ഇനി മോദിജിയോട് രഹസ്യമായിട്ട് നമ്മൾ ചോദിക്കണം. കാരണം ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, പഴയകാല കേരളമല്ല നമ്മുടെ കേരളം. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഓരോ പ്രദേശങ്ങളിലും വലിയ മാറ്റങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന തലമുതിർന്ന ആളുകളുടെ ഒക്കെ കുട്ടികൾ അവര് വലിയ വലിയ ജോലികളിലും വലിയ വലിയ വിദ്യാഭ്യാസവും ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുമ്പോ ഞാനൊക്കെ പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാനിവിടെ ദീർഘമായിട്ട് സമയം വൈകിയത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അതില് കടകടാന്ന് 3 മിനിറ്റ് കൊണ്ട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ പറയുകയാണ്. അപ്പൊ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയില് കോൺഗ്രസിന്റെ പ്രാദേശിക മെമ്പറുടെ മകൻ വീടിനകത്തിരുന്ന് അമ്മയോട് പറയുകയാണ്, അമ്മ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഈ രാജ്യത്ത് കോൺഗ്രസ് 60 വർഷക്കാലം ഈ രാജ്യത്തെ ഭരിച്ചു മുടിച്ച് കടക്കണിയിൽപ്പെടുത്തി വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് ലോകത്തിന്റെ മുന്നിൽ അമേരിക്കയുടെ മുന്നിൽ അങ്ങനെ കയ്യിൽ പാത്രവുമായി ഭിക്ഷാപാത്രവുമായി യാചിച്ചു നിന്ന ഒരു സാഹചര്യമല്ല അമ്മേ ഇന്ന് നരേന്ദ്രമോദിയുടെ സാഹചര്യം. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാർ അവർ പറയുകയാണ്, ലോകത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഈ ഭാരതം എന്ന് പറയുന്ന രാജ്യം അമേരിക്കയെ പോലും പിന്തള്ളിക്കൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ സാമ്പത്തിക
വളരുമെന്നുള്ളത് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നു. ഇന്ത്യയുടെ നരേന്ദ്രമോദിജി പറഞ്ഞു. എന്താണ് അദ്ദേഹം പറയുകയാണ്? ഈ രാജ്യത്ത് ലോക രാജ്യങ്ങളുടെ മുന്നിൽ സാമ്പത്തിക മേഖലയിൽ നമ്മൾ 5ാം സ്ഥാനത്താണ്. 500 രൂപയുടെ നോട്ടുകളൊക്കെ പല ആളുകളും ഇപ്പൊ ചാക്കിൽ കെട്ടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വല്ലാതെ സൂക്ഷിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം എവിടെയാണോ കള്ളപ്പണം കുമിഞ്ഞുകൂടുന്നത് അവിടെ ദീർഘദർശിയായ ബുദ്ധിമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ്, എന്താണ്? ട്രാൻസാക്ഷൻ ഒക്കെ ഇനി കൂടുതൽ ഡിജിറ്റലായിട്ട് നടത്തിയാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് അന്ന് ആ നോട്ട് നിരോധിച്ചപ്പോ അന്നത്തെ രാത്രി 8 മണിക്ക് നരേന്ദ്രമോദിജി പത്രസമ്മേളനം നടത്തിയപ്പോ ഇവിടെ ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കളിയാക്കിയത് കൊടുങ്ങല്ലൂർ അങ്ങാടിയിലെ പച്ചക്കറി കച്ചവടത്തിന് റോഡിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന ആളുകൾ എങ്ങനെയാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യുക എന്നാണ് ചോദിച്ചത്. ലീഷ വക്കീൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ലീഷ വക്കീല് 200 രൂപയുമായിട്ട് വെണ്ടയ്ക്ക വാങ്ങാൻ പോയാൽ മൊബൈലിൽ നിന്ന് ഒരൊറ്റടിയാണ് ആ പൈസ അവിടേക്ക് പോയി. ട്രാൻസാക്ഷൻ ഡിജിറ്റലായി അല്ലേ? എല്ലാ സ്ഥലത്തും കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഭയപ്പെട്ടതുപോലെ സംഭവിച്ചില്ല. എന്ത് സംഭവിച്ചു? ഡിജിറ്റൽ ട്രാൻസാക്ഷനിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി. മോദിജി പറഞ്ഞു സ്വച്ഛ് ഭാരത്, ഈ രാജ്യത്തിന്റെ എല്ലാ ഇടവഴികളും, ഈ രാജ്യത്തിന്റെ പാവപ്പെട്ടവന്റെ കുട്ടികൾ ജീവിക്കുന്ന വീടുകളിലും ഞാൻ എന്ത് ചെയ്യും? ആ വീടുകളോടനുബന്ധമായി കൊണ്ട് ടോയ്ലറ്റ് സംവിധാനം ഞാൻ ഒരുക്കി കൊടുക്കും. ഇവിടെ പോഷണമില്ലാത്ത കുഴിയിലാണ്ട കണ്ണുകളും വിഷുന്നൊട്ടിയ വയറുമായി ജീവിക്കുന്ന അമ്മമാർക്ക് വേണ്ടി ഞാൻ മാതൃവന്ദന പദ്ധതി തുടങ്ങും. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഇന്ദ്രധനുഷ് പദ്ധതി കൊണ്ടുവരും. അങ്ങനെ ഓരോരോ പദ്ധതികളും ചെങ്കോട്ടയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗങ്ങൾ നടത്തി 100 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ആ പദ്ധതികളെല്ലാം പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ തലവനായിട്ടുള്ള നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി അമേരിക്കയിലെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ അവിടെ കാത്തു നിൽക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് കൈകൊടുക്കുകയും ചെയ്യുമ്പോ ലോകം പറയുകയാണ് മൂന്നാമത്തെ സാമ്പത്തിക ശക്തി രാഷ്ട്രമായിട്ട് ഏതാണ്ട് ഒരു 7 വർഷം 8 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഭാരതാംബ മാറാൻ പോവുകയാണ് എന്ന് ലോകം പറയുന്നു. അമേരിക്കയോളം നമ്മുടെ രാജ്യം വളരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ നാട് മുന്നോട്ട് പോകുമ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ എതിർക്കാൻ, ഇപ്പൊ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിലെ എന്റെ സഹപ്രവർത്തകന്മാരെ എതിർക്കാൻ ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ അതിന്റെ അനിവാര്യതയിലുള്ള നീക്കങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിനു പകരം അക്രമ രാഷ്ട്രീയത്തിലൂടെ പാർട്ടി പ്രവർത്തനത്തെ എങ്ങനെ താഴ്ത്താൻ സാധിക്കും എന്ന റിസർച്ച് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഴിമതിക്കാരായിട്ടുള്ള ജില്ലയുടെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കോൺഗ്രസുകാരന്റെ വീടിനകത്തെ കുട്ടി പറയുന്നത് പോലെ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനോടും കുട്ടികൾ പറയുന്നത്. അതുകൊണ്ടാണ് ബിപിൻ സി ബാബു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവാണ്. ബിപിൻ സി ബാബുവിന്റെ സ്ഥിതി നമ്മൾ കണ്ടു. അദ്ദേഹം നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നു. ഇവിടെ സ്വർഗീയനായിട്ടുള്ള സത്യേഷിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചങ്കാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹൃദയമാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലും വയലാറിലുമാണ് നല്ല തോക്കുമായിട്ട് യുദ്ധം ചെയ്യുന്നവരുടെ മുന്നിലേക്ക് വാരിക്കുന്തവുമായിട്ട് സഖാക്കന്മാർ പോയത്. ആ സഖാക്കന്മാർ വാരിക്കുന്തവുമായി പോയിട്ടുള്ള അവരുടെ ഓർമ്മകൾ നിൽക്കുന്ന വയലാറിന്റെ മണ്ണിലാണ് ഭാരതീയ ജനതാ പാർട്ടി പുന്നപ്ര പഞ്ചായത്തില് 1ാം സ്ഥാനത്ത് വന്നത്. വയലാറിന്റെ മണ്ണിൽ നമ്മൾ 1ാം സ്ഥാനത്ത് വന്നത്. അവിടെ പ്രദേശങ്ങളെല്ലാം നോക്കുമ്പോ കോൺഗ്രസുകാരൻ ഭരിക്കുന്ന കണ്ടല്ലൂരില് ആ പഞ്ചായത്തിൽ നമ്മൾ 1ാം സ്ഥാനത്ത് വന്നു. ദേവികുളങ്ങരയിൽ 1ാം സ്ഥാനത്ത് വന്നു. 1/2 ഡസനോളം വരുന്ന പഞ്ചായത്തുകളിൽ ഭാരതീയ ജനതാ പാർട്ടി താമര ചിഹ്നത്തിൽ 1ാം സ്ഥാനത്ത് വന്നു എന്ന് ഞാൻ ഇവിടെ പറയാൻ കാരണം, കൊടുങ്ങല്ലൂര് മുനിസിപ്പാലിറ്റിയില് ഇവിടത്തെ താമര ചിഹ്നത്തിൽ ജയിച്ച മുനിസിപ്പൽ മെമ്പർമാര് കൈപിടിക്കുന്ന, കൂട്ടുകൂടുന്ന, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ളവരുടെ മനസ്സൊക്കെ ഇളകി മറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരോടെല്ലാം പറയണം, നമുക്ക് ഈ നാടിനെ മാറ്റണം, നമുക്ക് കൊടുങ്ങല്ലൂര് പഞ്ചായത്തിനെ മാറ്റിമറിക്കാൻ സാധിക്കണം, കാരണം അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ നെറികേടിനെതിരെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നെറികേടിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സംഘടന 2 അല്ല, നിങ്ങളുടെ സംഘടന 1 ആണ്. നിങ്ങളുടെ സംഘടനയില് LC-യും
അതുപോലെ തന്നെ ബ്രാഞ്ച് കമ്മിറ്റിയും പോലെ ഒരു കമ്മിറ്റി കൂടി നമ്മൾ ആരും അറിയാതെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ. ആ കമ്മിറ്റി CC ആണ്. CC എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ മുന്നോട്ട് പോകുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും ഈ നാടിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഒരു വലിയ മാറ്റത്തിന്റെ അവസ്ഥാവിശേഷത്തിലേക്ക് ഈ നാടിനെ കൈപിടിച്ച് നടത്താൻ വേണ്ടി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളും സഹോദരന്മാരും നിങ്ങളുടെ നാട്ടിലെ കൂട്ടുകാരോട് പറയണം, ഒന്ന് കൈപിടിച്ചാൽ ആരൊക്കെയാണ് വരിക എന്ന് നമുക്ക് പോലും അറിയാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തിന്റെ എല്ലാ വികസനത്തെക്കുറിച്ചും മുന്നോട്ടുള്ള പോക്കുകളെ കുറിച്ചും മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസിലെയും മാർക്സിസ്റ്റ് പാർട്ടിയിലെയും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇരിക്കുന്നത്. അവരുടെ വീടുകൾക്കകത്തേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കണം. അതിനുള്ള ഒരു ദൃഢപ്രതിജ്ഞ ഈ ബലിദാന ദിനത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ എടുക്കണം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് ശാപം മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. ആ ശാപം രണ്ട് രീതിയിലാണ്. ഇപ്പോ ശ്രീനാരായണ ഗുരുദേവനെ അദ്ദേഹത്തിനെതിരായിട്ടൊക്കെ ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ സമയത്തിന്റെ പരിമിതി മൂലം കടക്കുന്നില്ല. പക്ഷേ കുഞ്ഞിരാമൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചപ്പോ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് ചർച്ച വഴിമാറ്റാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടണമോ വേണ്ടയോ? പിണറായി വിജയൻ എന്തിനാണ് സംസാരിക്കുന്നത്? നിങ്ങളല്ലേ ഒരു വിശ്വാസവും ഇല്ലാത്ത സ്ത്രീകളെ നിങ്ങളുടെ തന്നെ പോലീസ് അധികാരികളുടെ കുടക്കീഴില് ശബരിമല സന്നിധാനത്തേക്ക് നിങ്ങൾ അവരെ കൈപിടിച്ച് നടത്തിവിടാൻ പരിശ്രമിച്ച നിങ്ങൾക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് അഴിക്കണോ ഷർട്ട് ഇടണോ എന്ന് തീരുമാനിക്കാൻ ഇവിടെ തന്ത്രി സമൂഹമുണ്ട്. ഇവിടെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിന് വിഖ്യാതമായി പഠിക്കുകയും അറിവും പ്രാപ്തിയും നേടിയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ഇതിന്റെ പേരില് വെള്ളാപ്പള്ളി നടേശ്വരെയോ അല്ലെങ്കിൽ അവിടുത്തെ ശിവഗിരിയിലെ സന്യാസിമാരെയോ പിന്നെ സുകുമാരൻ നായരെയോ പരസ്പരം ഒന്ന് അടിപ്പിക്കാനാണ് പിണറായി വിജയന്റെ തീരുമാനമെങ്കിൽ സ്വന്തം വീടിനകത്ത് അടി നടക്കാതെ അമേരിക്കയിൽ നടത്തിയിട്ടുള്ള ഡെപ്പോസിറ്റിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകള് വീണയും മകനും ഉണ്ടല്ലോ, ആ തർക്കം ഒന്ന് പരിഹരിച്ചാൽ മതി. അമ്പലക്കേസ് സംസാരിക്കാനും പരിഹരിക്കാനും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാനും നായാടി മുതൽ ഇപ്പോ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന നസ്രാണി വരെ ആരോടൊപ്പം ഉണ്ടാകും? കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ബിഷപ്പന്മാർ ഒരുമിച്ച് കൂടുന്നു, ബിഷപ്പന്മാർ നരേന്ദ്രമോദിയെ കാണുന്നു, ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയെ കാണുന്നു. അപ്പൊ ഭയപ്പാടാണ്. എന്ത് പറയണം? നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല. മന്ത്രി സുധാകരനെ എനിക്കിഷ്ടമാണ്, മുൻ മന്ത്രി. ഒറ്റ കാര്യത്തിലാണ് വിയോജിപ്പ്. അഴിമതിയില്ലാത്ത നേതാവാണ്, നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുപോലെ തന്നെ ചെറുപ്പക്കാര്, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചെറുപ്പക്കാർ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടും ആ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഒറ്റക്കാര്യത്തിലാണ് സുധാകരൻ സാറിനോട് വിയോജിപ്പ്. അത് ശബരിമല സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളിൽ മാത്രം അടിവരട്ടിക്കൊണ്ടാണ് അങ്ങയോട് വിയോജിപ്പ്. പിന്നെ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA തീരുമാനമെടുത്താൽ അമ്പല കമ്മിറ്റികൾ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയും കഴിവും പ്രാപ്തിയും ഒക്കെ ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ളതും ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മനസ്സിലാക്കിയത് നല്ലതാണ്. ഷംസീർ പറഞ്ഞു ഗണപതി ഹോമം, ഗണപതിയെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഷംസീർ ഗണപതിയെ കുറിച്ച് പറഞ്ഞപ്പോ ഞങ്ങൾ മുസ്ലിം മതപണ്ഡിതന്മാരെ ആക്ഷേപിച്ചില്ല. അതിന്റെ കാര്യമില്ല. ഇസ്ലാം സമൂഹം എന്താണോ അതിലെ റിസർച്ച് ചെയ്തിട്ടുള്ള കഴിവും പ്രാപ്തിയുമുള്ള മതപണ്ഡിതന്മാർ തീരുമാനമെടുക്കുന്നത്, അത് തീരുമാനിക്കാനും പറയാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജം ഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം എന്ന് ജപിച്ചുകൊണ്ട് ഞങ്ങൾ ഗണപതി ഭഗവാനെ ഈശ്വരനായിട്ട് ഹൃദയത്തിലേക്ക് ചേർക്കുമ്പോ ആ ഗണപതി ഭഗവാന് സയൻസും ടെമ്പറും ഉണ്ടോ എന്ന് തീരുമാനിക്കാൻ ഷംസീറിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. അവസാനം ഷംസീർ എന്ത് ചെയ്തെന്നറിയുമോ? കണ്ണൂരിലെ ഏറ്റവും വലിയ ഗണപതി ക്ഷേത്രത്തിൽ പോയി ആരും അറിയാതെ ഷംസീറിന്റെയും ഭാര്യയുടെയും വീടിന്റെയും പേരില് മഹാഗണപതി ഹോമം നടത്തിച്ചിട്ടാണ് അവസാനം രഹസ്യമായി കണ്ണൂരിലെ മാപ്പ് പറഞ്ഞത് എന്ന് എനിക്കറിയും. ഏത് ജ്യോത്സ്യനാണ് പ്രതിവിധി നിശ്ചയിച്ചത് എന്ന്
എന്ന് മാത്രം ഞാൻ പറയില്ല. എന്താ കാരണം? അത് അദ്ദേഹം എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട്, സുഹൃത്തായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അതുകൊണ്ട് കളിച്ചവർക്കെല്ലാം കിട്ടി. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു മരിച്ചുപോയി. പക്ഷേ എന്താണ് ആ കുടുംബത്തിൽ സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പിണറായി വിജയൻ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത്, ആകെ പോകുന്നത് ഡൽഹിയിലാണ്, പിണറായി വിജയൻ നടന്നു പോകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പറയുകയാണ് വളരെ വൃത്തികെട്ട മനുഷ്യനാണ്. വേറൊരു മുഖ്യമന്ത്രി പറയുകയാണ്, ഹരിയാനയിലെ മുഖ്യമന്ത്രി, വളരെ വൃത്തികെട്ട മനുഷ്യനാണ്. അപ്പൊ അതെന്താണ് സാർ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഗോൾഡ് സ്മഗ്ലിംഗ് ആണ് പണി. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീയുടെ ഇംഗ്ലീഷിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഞങ്ങൾ വായിച്ചു. എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് എന്ന് കട്ടാർജിയെ പോലെയുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാർ ഈ പിണറായി വിജയനെ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ അയ്യപ്പനോട് കളിച്ച കളിയുടെ പരിണിതപരമാണ് എന്നാണ് വിശ്വാസികളായിട്ടുള്ള ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളുടെ പാർട്ടിക്കകത്ത് പോലും, പാർട്ടി കമ്മിറ്റിക്കകത്ത് പോലും ഗോവിന്ദൻ മാഷ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത്? ഞാൻ പറയില്ല, കാരണം പിണറായി വിജയനെ ഗോവിന്ദൻ മാഷിക്ക് പേടിയാ. ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ശ്യാമള ആന്തൂരില് ഓർമ്മയില്ലേ? ആ വ്യവസായിക്ക് ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടി പരിശ്രമിച്ചപ്പോ അന്ന് ആ വ്യവസായിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശ്യാമളയെ ജയിലിൽ പോകാതെ നിന്റെ ഭാര്യയെ സൂക്ഷിച്ചത് ഞാനല്ലേ, അതുകൊണ്ട് മിണ്ടാതിരുന്നോണം എന്നാണ് പിണറായി വിജയൻ ഗോവിന്ദൻ മാഷോട് പറഞ്ഞിട്ടുള്ളത്. ഗോവിന്ദൻ മാഷിക്ക് പിണറായി വിജയനെ കണ്ടാൽ തുടങ്ങും വേറെ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാർ ആരും ഇങ്ങനെ ആയിരുന്നിട്ടില്ല കേരളത്തിൽ. മുഖ്യമന്ത്രിയേക്കാൾ വലുതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദം എന്നാണ് മുഖ്യമന്ത്രി അച്യുതാനന്ദൻ കസേരയിലിരിക്കുമ്പോ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ എന്നെയും നിങ്ങളെയും ഒക്കെ പഠിപ്പിച്ചതല്ലേ. ആ അവസ്ഥയിൽ നിന്ന് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു തീവണ്ടി പോണം എന്ന് പറഞ്ഞ ഈ ഗോവിന്ദ മാഷിയെ കുറിച്ച് എന്ത് പറയാനാണ്? അങ്ങനെയുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, പിന്നെ മറ്റു നേതാക്കന്മാർ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ സംസ്ഥാന സെക്രട്ടറിയുടെ കഴിവുകേട് കൊണ്ടാണ് ഒരു നല്ല ഉദ്യോഗസ്ഥനെ, ADM-നെ ഒരു സ്ത്രീ നാക്കുകൊണ്ട് അറുത്തറുത്ത് മുറിച്ചു കൊലപ്പെടുത്തിയത്. ഒരാള് വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിപ്പോകുമ്പോ തെറ്റ് ചെയ്ത ആളാണെങ്കിൽ പോലും ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുമോ? കലക്ടറുടെ നേതൃത്വത്തിൽ കലക്ടർ ഇരിക്കുന്ന വേദിയിൽ ചോദിക്കാതെയും പറയാതെയും ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കടന്നു ചെന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത് ഈ കേരളത്തിന്റെ തെരുവീതിയിൽ പുറത്തു വന്നിട്ടും പത്തനംതിട്ടയുടെ ജില്ലാ സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടും കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ചേർന്നുകൊണ്ട് ഇത് നമ്മുടെ പിണറായി വിജയന് ഇഷ്ടാവില്ല. കാരണം കമലേടത്തിയുടെയും വീണക്കുട്ടിയുടെയും ഫ്രണ്ടാണ് ഇവള്. ആര്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അതുകൊണ്ട് അവൾക്ക് 2 കൊമ്പുണ്ട് എന്ന് പറഞ്ഞ് അവള് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കൂടെ കൂട്ടാൻ വേണ്ടി ഇന്നോവ കാറില് സഖാക്കന്മാരെ, നേതാക്കന്മാരെ വിട്ടുകൊടുത്ത നാണം കെട്ട ഒരു പാർട്ടിയാണ് ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്ന് ഒഴുകുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചെറുപ്പക്കാർ, പ്രവർത്തകർ, ധാരാളം ആളുകൾ. അതുകൊണ്ടാണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും കുറഞ്ഞ വോട്ടുകൾക്ക് നമ്മൾ പരാജയപ്പെട്ടു. തൃശ്ശൂരിൽ എന്താ പറഞ്ഞത്? തൃശ്ശൂരിലെ പത്മജ ചേച്ചിയുടെ സഹോദരൻ മുരളിയേട്ടനും പറഞ്ഞു, പിന്നെ സുനിലേട്ടനും പറഞ്ഞു, സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് പറഞ്ഞത്. പറഞ്ഞില്ലേ? 3ാം സ്ഥാനത്തേക്ക് പോകും, ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി എന്നാ പറഞ്ഞത്. എന്താ സംഭവിച്ചത്? ശ്രീമാൻ സുരേഷ് ഗോപി ആളുകളുമായിട്ട് ഇടപഴകി. A+ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് തൃശൂർ. ആ തൃശൂർ ജില്ലയില് എത്രയോ കാലങ്ങളായിട്ട് ഈ ജില്ലയില് ഒന്നും കിട്ടാതെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരിക്കാമെന്ന് കരുതിയിട്ടാണോ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നാളിത്രയും പ്രവർത്തിച്ചത്? എവിടെയെങ്കിലും MLA ആകുക എന്നുള്ളതാണോ നമ്മുടെ അവസാന സ്വപ്നം? MP ആവുക എന്നുള്ളതാണോ നമ്മുടെ സ്വപ്നം? അല്ല. നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ഭാരതാംബയെ യശസ്വിനിയായിട്ട് ഉയർത്തിക്കാട്ടുക എന്നുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100ാം വർഷമാണ് 2025. ആ 100ാം വർഷത്തില് ഈ ഭാരതത്തിലെ കേരളത്തെ പോലും യശസ്വിനിയാക്കുക എന്നുള്ള, തേജസ്വിനിയാക്കുക എന്നുള്ള ആത്മമന്ത്രത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും, എനിക്ക് 50 വയസ്സായി, നമ്മളൊക്കെ ഒരു പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തുടങ്ങിയതാണ് ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകൾ, അല്ലേ? എത്ര പരാജയങ്ങൾ ഉണ്ടായി, എത്ര വേദനകൾ ഉണ്ടായി, എത്ര കളിയാക്കലുകൾ ഉണ്ടായി, എത്ര തവണ നെഞ്ചു തകർക്കുന്ന അനുഭവങ്ങൾ കേരളത്തിലുണ്ടായി. അതിലൊരാളല്ലേ ഈ ഇരിക്കുന്ന സ്വർഗീയനായിട്ടുള്ള ശ്രീമാൻ, നമ്മുടെ നിങ്ങളെല്ലാവരുടെയും ഹൃദയമായിട്ടുള്ള സത്യേഷ്, അല്ലേ? ആ വേദനകളെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടും തോറ്റിട്ടും
പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഇനിയും മുന്നോട്ട് എന്ന് ജീവിക്കാനുള്ള പ്രേരണ നമുക്ക് നൽകിയത് ബലിദാനികളല്ലേ? ആ ബലിദാനികളെ സൃഷ്ടിച്ച ഈ പ്രസ്ഥാനത്തെ നെടുക പിളർക്കുമെന്നുള്ള പ്രതിജ്ഞയെടുക്കാനും അതിലൊരളവ് വരെ വിജയിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതല്ലേ? അവർ ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റന്മാരുള്ള സ്ഥലത്ത് പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിലേക്ക് വോട്ടുകൾ ഒഴുകി വന്നുകൊണ്ട് തൃശ്ശൂർ മുതൽ അങ്ങോട്ട് പിടിച്ചാൽ തെക്കൻ കേരളത്തിലേക്ക് നമ്മൾ പോയാൽ തൃശ്ശൂര്, ആലപ്പുഴ, കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ, എറണാകുളത്തിന്റെ ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ ആറ്റിങ്ങൽ, തിരുവനന്തപുരം എല്ലാം കുങ്കുമഹരിത പതാകയും താമരയും പരിലസിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർത്തി വലുതാക്കിയിട്ടുള്ള ഈ വൃക്ഷം അത് പൂവണിയാൻ പോവുകയാണ്. അത് സ്വർഗീയരായിട്ടുള്ള ബലിദാനികളുടെ സ്വപ്നത്തെ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഒരൊറ്റ പ്രതിജ്ഞ മാത്രം എടുത്താൽ മതി. എന്താണ്? നമ്മൾ ഇനിയും ഇനിയും മുന്നോട്ടാണ്. നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. എത്ര കഠിനമാണെങ്കിലും, എത്ര മുള്ളുകൾ ഉണ്ടെങ്കിലും, വഴിത്താറയിൽ കാത്തിരിക്കാൻ ആളുകൾ ശൂന്യമാണെങ്കിലും ആ ഇടങ്ങളിലേക്കും നമ്മൾ ഓരോരുത്തരും കയറി ചെല്ലുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ട് ഞാനും നിങ്ങളും ഈ കേരളത്തിൽ കൈരളി ഭൂമിയുടെ കളിക്കളത്തിൽ ഇറങ്ങുമ്പോ കൊടുങ്ങല്ലൂരിലും ഉണ്ടാകും മാറ്റം. നമ്മുടെ മുനിസിപ്പൽ പ്രസിഡന്റ് ഇവിടെ ഉണ്ടാകും. അതിനാളുകളെ സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് എത്രയോ മാസങ്ങൾക്ക് ശേഷം ശ്രീകുമാർജിയുള്ള ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് കളിയാക്കിയിട്ട് പറയും, പരസ്യമായിട്ട് പറയാറില്ല. നിങ്ങൾ ആരാണ്? ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയാറ്. കാരണം മോഹൻലാലിന്റെ പടത്തില് മോഹൻലാലിനോട് മുട്ടാനായിട്ട് മിനിമം അതിന് പറ്റാവുന്ന ഒരാൾ വേണ്ടേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോ ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണില് സംഘപരിവാർ പ്രസ്ഥാനം എപ്പോഴും അങ്ങനെയാണ്. അവർ പിറകിൽ മാത്രമാണ് നിൽക്കുക. അവർ കർട്ടന് പിറകിലാണ് പ്രവർത്തിക്കുക. അവർക്ക് ഫ്ലെക്സ് ബോർഡുകൾ വേണ്ട. അവർക്ക് സ്വയം സേവകന്മാരും. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ചിതിയാണ്, ആത്മാവാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. ആ സംഘം വളർത്തിക്കൊണ്ടുവന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അപ്പൊ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയില് ഒരു കീരിക്കാടൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീകുമാർജി ഒന്ന് ഇറങ്ങി നിന്നാൽ, ഈ മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തകന്മാരെ ഒരുമിച്ച് ചേർത്താൽ, അവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കഠിനമായിട്ടുള്ള പ്രവർത്തനത്തിന് മുന്നിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാകയും താമരയും ഇവിടെ പരിലസിക്കും. അതിന് നിങ്ങളുടെ ഒരു സഹോദരി എന്നുള്ള രീതിയിൽ എല്ലാ തരത്തിലും സംസ്ഥാന ഘടകത്തിന്റെ മുഴുവനും സഹായങ്ങളും അത് ഏത് സമയത്ത് ഏത് വാർഡിലും പ്രവർത്തിക്കാൻ, ചെറിയ ചെറിയ മീറ്റിംഗുകൾ നടത്താൻ, ചെറിയ ചെറിയ പ്രസംഗങ്ങൾ നടത്താൻ, അത് കഴിഞ്ഞ് ജയിപ്പിച്ചു തന്നാൽ റോഡിൽ എവിടെയും 1.5 മണിക്കൂർ ഏത് സ്ഥലത്ത് ബൈക്ക് വെച്ചാലും അവിടെ പ്രസംഗിക്കാൻ, ജനങ്ങളോട് നന്ദി പറയാൻ, ഓരോ വാർഡിലേക്കും ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം എത്തിക്കാൻ. എനിക്കും അത്യാവശ്യം കുറെ മന്ത്രിമാരൊക്കെ പരിചയക്കാരായിട്ടുണ്ട്. ഞാനും ഒരു 10-12 കൊല്ലമായിട്ട് ഡൽഹിയിൽ പോവുകയും വരികയും അവിടെ ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോ നമ്മുടെ നേതാവ് പറഞ്ഞു, നോ ഷോർട്ട് കട്ട്, ഒരെളുപ്പ വഴിയുമില്ല. എന്താണ് വഴി? മുനിസിപ്പൽ മെമ്പർ ആവുക, പഞ്ചായത്ത് മെമ്പർ ആവുക, പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, മുനിസിപ്പൽ പ്രസിഡന്റ് ആവുക, MLA-മാരുണ്ടാകുക, ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുക. കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി, കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ കേരളത്തിലെ ബലിദാനികളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എത്രയോ തവണ സംസാരിച്ച ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നമുക്കും സാധിക്കട്ടെ എന്നും ഈ ബലിദാനം വ്യർത്ഥമായിട്ടില്ല എന്നും നമ്മുടെ സംഘടന ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും അതിന് ഇവിടെ ഒന്നും വേണ്ട എന്ന് കരുതിക്കൊണ്ട്, ഒന്നും ആഗ്രഹിക്കാതെ അനുഗ്രഹിക്കാനും നമ്മുടെയൊക്കെ കൈകൾ പിടിക്കാനും ചില മുതിർന്ന ആളുകൾ വന്ന് കൈപിടിക്കുമ്പോൾ, കെട്ടിപ്പിടിക്കുമ്പോൾ, അമ്മമാർ ചേർത്ത് നിൽക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളുടെ മുന്നിൽ തലകുനിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ അശ്വമേധയാഗം അത് വിജയിപ്പിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിന് തുടക്കം കുറിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സത്യേഷിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കാവിപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.